അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, നമ്മൾ ഇന്നലെ തറാവീഹ് എന്നുള്ള വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം തറാവീഹിന്റെ വിഷയത്തിൽ സബീലുൽ മുഅ്മിനീൻ എന്താണ് എന്നാണ് ഞാൻ ഇന്നലെ വിശദീകരിച്ചത്. മുഅ്മിനീങ്ങളുടെ മാർഗം എന്തായിരുന്നു? ആദ്യമായി തറാവീഹിന്റെ വിഷയത്തിൽ വിവാദം കൊണ്ടുവന്നത് ഈ പുത്തൻവാദികൾ കൊണ്ടുവരുന്നതിന് മുമ്പ്, അതും ഇബ്നു അബ്ദുൽ വഹാബ് വരെ അതിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബിനും തറാവീഹിന്റെ വിഷയത്തിൽ മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ച ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതിനുശേഷം മുബാറക് ഫൂരിയെ പോലുള്ള ആൾക്കാരാണ് അതിൽ ആദ്യമായി തർക്കങ്ങളും സംശയങ്ങളും ആക്ഷേപങ്ങളും കൊണ്ടുവന്നത്. സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം, അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. 1000-ലധികം വർഷങ്ങൾ മുഅ്മിനീങ്ങൾ മക്കയിലും മദീനയിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ കൊച്ചു കേരളത്തിലുമൊക്കെ നിരാക്ഷേപം നിർവഹിച്ചു വന്ന തറാവീഹ് നിസ്കാരത്തെപ്പറ്റി തർക്കം ലോകാടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുബാറക് ഫൂരിയുടെ ഒക്കെ അതുപോലെ അൽബാനി പോലുള്ള ഒരു 100 വർഷങ്ങൾക്കുള്ളിൽ ഉള്ള ചർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ മുജാഹിദുകൾ തുടക്കത്തിൽ അവരുടെ അമലിയാത്തിൽ തറാവീഹ് 20 പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീടാണ് കേരളത്തിലും തർക്കം ഉടലെടുത്തത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം, ലോകത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് നിരാക്ഷേപം നടന്നു വന്നു എന്നത് തറാവീഹിന്റെ തെളിവാണ്. സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തറാവീഹ് 20 ബിദ്അത്താണെന്നും അത് നിസ്കരിക്കുന്നവർ മുബ്തദീങ്ങളാണെന്നും വാദിക്കുന്നവർ മുഅ്മിനീങ്ങളുടെ മാർഗം വിട്ട് പുതിയൊരു മാർഗം സ്വീകരിച്ചവരാണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന്റെ താക്കീദിനെ ഭയപ്പെട്ടുകൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗം പിന്തുടരുന്നവരെ അള്ളാഹു നരകത്തിൽ കടത്തുമെന്ന് പറഞ്ഞ ആ താക്കീത് ഭയപ്പെടേണ്ടതാണ്. ഇനി അതിൽ വേറൊരു വിഷയമാണ് ഞാനിന്ന് ഒരു ചെറിയ സമയം കൊണ്ട് സംസാരിക്കുന്നത്. സാധാരണ ഏതൊരു വിഷയത്തിലും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ, മുഅ്മിനീങ്ങളെ സംശയത്തിലാക്കുക എന്നതാണ് എല്ലാ പിഴപ്പിക്കുന്നവരുടെയും ശൈലി. അവസാനം വരുന്ന മസീഹുദ് ദജ്ജാൽ അടക്കം സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയാണ് അവതരിപ്പിക്കുക. ഇവിടെയും തറാവീഹിന്റെ വിഷയത്തിൽ മഹത്തുക്കളായ ഇമാമിങ്ങളുടെ വാചകങ്ങളെ അതിന്റെ പശ്ചാത്തലമറിയാത്ത മുഅ്മിനീങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തറാവീഹിന്റെ വിഷയത്തിൽ ഞാൻ ഇന്ന് ഒരു കാര്യം വളരെ ഗൗരവത്തോടെ എല്ലാവരും പഠിക്കേണ്ടുന്ന
എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പറയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കലിനും നമുക്കാർക്കും പ്രയാസം വരില്ല. ഏത് ഇബാറത്തും നമുക്ക് പ്രയാസം സൃഷ്ടിക്കൂല. അത് ഞാനൊന്ന് തറാവീഹിന്റെ വിഷയങ്ങൾ സംഗ്രഹിക്കുകയാണ്. പോയിന്റ് നമ്പർ 1, ഒന്നാമത്തെ പോയിന്റ്, തറാവീഹ് 20 റക്അത്താണ് എന്നതിൽ സ്വഹാബികളുടെ കൂട്ടായ്മ രൂപപ്പെട്ടതും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോടുകൂടി, ഭരണകാലത്തിന്റെ അവസാനത്തോടുകൂടി അത് സ്ഥിരപ്പെട്ടതും അത് ഏകോപിച്ചുകൊണ്ട് അതിനുശേഷം നാളിതുവരെ തുടർന്നു വരുന്നതുമാണ്. അപ്പൊ തറാവീഹ് 20 ആണെന്നതിന്റെ തെളിവ് യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അവസാന കാലത്ത് ഒരുമിച്ച് കൂട്ടിയതും അതിന്റെ മുകളിൽ മുസ്ലിം ലോകം ഏകോപിച്ചതും നിലകൃതിയായതും ആണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ ഇജ്മാ ഉണ്ടായി, അതോടെ നമ്മുടെ വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനവും അതിനെ തുടർന്നുണ്ടായ ഇജ്മാവും അതിന്റെ അവലംബം എന്തായിരുന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ? എന്താണ് പറഞ്ഞത്? നമ്മളെ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കുകയും അവിടുത്തെ അവസാന കാലത്ത് മുതൽ അതിനുശേഷം ലോകത്ത് ഇന്ന് വരെ അത് നിലനിന്നു വരികയും ചെയ്യുന്നതോടുകൂടി അയിമ്മത്ത് മുജ്തഹിദീങ്ങളൊക്കെ ഏകോപിച്ച് അത് നമ്മുടെ അവലംബമായി മാറി നമുക്ക് തറാവീഹ് 20 റക്അത്ത് സുന്നത്താണ് എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത നിലക്ക് അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തറാവീഹ് 20 ആണോ അല്ലയോ എന്നതിൽ ലോകത്ത് 20 നിസ്കരിക്കൽ തെറ്റാണെന്നോ ബിദഅത്താണെന്നോ ലോകത്ത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കല് ബിദഅത്താണെന്നോ തെറ്റാണെന്നോ ലോകത്ത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. മറിച്ച് തറാവീഹ് 20 സുന്നത്താണ് എന്നാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബില് 20ന് പുറമെ 16 കൂടി നിസ്കരിച്ച് 36 മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഇനിയുള്ള ചർച്ചയാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവൂല. പിന്നെ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ സംഘടിപ്പിച്ചതിന്റെ മുസ്തനദ്, അങ്ങനെ ഇജ്മാ ആയതിന്റെ മുസ്തനദ് എന്താണ്? അതിന്റെ അവലംബം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്നതാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ പ്രത്യേക നിസ്കാരത്തിന് പ്രചോദനം നൽകുകയും അതിനുവേണ്ടി അതിന്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്ത് വാക്കുകൊണ്ട് പഠിപ്പിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഅജ്മഉ അവരെല്ലാം ഏകോപിച്ചു എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. എന്ത് വിഷയത്തില്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റമദാൻ മാസം പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഏത് ഹദീസ്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേകമായി ഒരു നിസ്കാരം അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. അഥവാ ഇജ്മാഇന്റെ മുസ്തനദ്, നമ്മൾ തറാവീഹ് 20 ആണെന്നുള്ള ഇജ്മാഇന്റെ മുസ്തനദ്, അതിന്റെ അടിസ്ഥാനം മുത്തുനബിയുടെ പ്രവർത്തനം ആണോ അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫിഅലാണോ? എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രേരിപ്പിച്ചു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ വീക്ഷണ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ചില ഇമാമിങ്ങളുടെ വീക്ഷണത്തിൽ തറാവീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചു,
നമുക്കറിയാം 3 ദിവസം പ്രത്യേകമായി നിസ്കരിച്ചു. അതിന്റെ റക്അത്തുകളുടെ എണ്ണം സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അത് ഒരു ജമാഅത്തിൽ സംഘടിപ്പിച്ചതും. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20-ൽ അതിനൊരു പ്രത്യേക രൂപം നിയതമാക്കി അതിന്റെ മുകളിൽ ഏകോപിച്ചു. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്ന് പറയേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം ഇമാമിങ്ങളുടെ വീക്ഷണം. അവർ പറയുന്നത് തറാവീഹ് 20 റക്അത്താണ്. അതിന് രേഖ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും തമീമുദ് ദാരി റളിയല്ലാഹു അൻഹുവിന്റെയും പിന്നിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതാണ്. അങ്ങനെ എല്ലാ സ്വഹാബികളും അതിൽ പങ്കെടുക്കുകയും അതുപോലെ താബീങ്ങൾ പങ്കെടുക്കുകയും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടരുകയും അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടരുകയും അതിനുശേഷം ഇമാമിങ്ങളൊക്കെ വന്ന താബീങ്ങളും താബീങ്ങളും അയിമത്ത് മുജ്തഹിദീങ്ങളും അയിമത്തുകളും ഒക്കെ തുടരുകയും ചെയ്ത 20 റക്അത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് കാണിച്ചു തന്നതാണോ അല്ല പ്രേരണയിലൂടെ കാണിച്ചിട്ട് ഈ ഒരു പ്രത്യേക ശൈലി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവേഷണത്തിലൂടെ രൂപപ്പെടുത്തിയതാണോ എന്നുള്ള ഒരു വീക്ഷണ വ്യത്യാസം ഉണ്ട്. ഇത് പറയാൻ കാരണം ഈ ചർച്ചകളൊന്നും തറാവീഹ് 20 ആണോ അല്ലയോ എന്നല്ല. അത് ഞാൻ ഉദാഹരണം പറയാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ തംബീഹിന്റെ ശറഹിൽ ഷാഫി ഫിഖിൽ തംബീഹിന്റെ ഷിറാസി ഇമാമിന്റെ തംബീഹിന്റെ ഷറഹു തംബീഹിൽ തറാവീഹിനെ പറ്റി പറയുന്നത് അത് 20 റക്അത്താണ്. അതിന് ഉള്ള രേഖ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോ സുയൂത്തി ഇമാമിന്റെ അടുക്കൽ തറാവീഹ് 20 ആണെന്നുള്ളതിൽ തർക്കമില്ല. അതുപോലെ ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിലും ഇംദാദിലും ശറഹ് ബാഫദിലും അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിൽ തറാവീഹ് 20 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹനഫി മദ്ഹബിലെ ഇമാം ഹനഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരായ ഇബ്നുൽ ഹുമാം ഫത്ഹുൽ ഖദീറിലും പറയുന്നുണ്ട് തറാവീഹ് 20 ആണ് എന്ന്. അതുപോലെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് തറാവീഹ് 20 ആണെന്ന്. അതുപോലെ അല്ലാമ ബാജി തറാവീഹ് 20 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എല്ലാ ഇമാമിങ്ങളും തറാവീഹ് 20 ആണെന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ഒരു ചർച്ച ഇബ്നു അൽ ഹൈതം റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ കുബ്രയിൽ ചർച്ചയുണ്ട്. അതുപോലെ സുയൂത്തി ഇമാമിന്റെ അൽഹാവിയിൽ ഫതാവയിൽ ചർച്ചയുണ്ട്. അതുപോലെ ഇബ്നു അൽ അസ്ഖലാനി തങ്ങളുടെ ഈ ഒന്നിലധികം ഗ്രന്ഥങ്ങളിൽ പല ഗ്രന്ഥങ്ങളിലും ഫത്ഹുൽ ബാരിയിലും അതുപോലെ ഈ റാഫി ഇമാമിന്റെ ഷർഹുൽ ഇതിന്റെ തഹ്രീജിലും അതുപോലെ പല കിതാബിലും ചർച്ചയുണ്ട്. അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ മാരിഫത്ത് സുനൽ വൽ ആഥാറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലാമ ബാജി മുവത്തയുടെ ഷർഹിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ചർച്ച? ഈ ചർച്ചയിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ അടർത്തി മാറ്റിയിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുജാഹിദുകൾ പറ്റിക്കാറുള്ളത്. അതിലുള്ള ചർച്ച തറാവീഹ് 20 ആണ് എന്നതിന്റെ രേഖ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം ആണ്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം അല്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം. അതേ സ്ഥാനത്ത് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസ് ദഈഫ് ആണെങ്കിലും അതിന്റെ മുകളിൽ ഏകോപനം വന്നതുകൊണ്ട് മുസ്ലിം ലോകം അങ്ങനെ തന്നെ നിർവഹിച്ചതുകൊണ്ട് ആ ഹദീസ് ശക്തി പകരുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅല് തന്നെയാണ് അതിന്റെ അടിസ്ഥാനമെന്ന് പറയാം. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുത്തുനബിയുടെ ഫിഅലാണ് ഇതിന് അവലംബം എന്ന് പറയാമോ പറഞ്ഞുകൂടെ? എന്തായാലും ഇജ്മാ ഉണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നതിൽ ആർക്കും തർക്കമില്ല. അതിനുശേഷം അത് ഏകോപിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് വന്നു എന്നതിലും തർക്കമില്ല. അപ്പോഴ് ഞാൻ ഇതിനെപ്പറ്റി അഥവാ ആദ്യകാലത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്ത് വഹാബികൾ അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ നോമ്പെടുത്താൽ പ്രത്യേകം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ മഹത്വപ്പെടുത്തുകയും അദ്ദേഹത്തിന് അൽഹാവിൽ ഫത്താവയിൽ ഉൾപ്പെട്ട അൽ മസാബീഹ് ഫി സലാത്തു തറാവീഹ് എന്നുള്ള ഒരു റിസാല എടുത്ത് വല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പക്ഷപാതിത്വമില്ല. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത് എന്നറിയണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. മഹാനവർകൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയാനോ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്യാനോ നമ്മൾ പോവാറില്ല. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ഈ വിഷയം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അന്ന് അൽഹാവിൽ ഫത്താവ കിട്ടാൻ വേണ്ടി കുറെ പരിശ്രമിച്ചു. അങ്ങനെ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ ക്യാപിറ്റൽ ബുക്സിൽ പോയപ്പോ ഗൾഫിന്റെ പതിപ്പ് മാത്രമേ ഉള്ളൂ. അത് കാരണത്താൽ ശരിക്കും അന്ന് ചെറിയ രണ്ട് ജുസുള്ള അൽഹാവിൽ ഫത്താവ, ബട്ട് ഗൾഫിൽ കൂടുതൽ 11 റക്അത്താണല്ലോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ അൽഹാവിൽ ഫത്താവ 1200 റുപ്യക്കാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ വിഷയങ്ങൾ മനസ്സിലാക്കലാണ് നമ്മളെ ലക്ഷ്യം. അപ്പോ ഞാൻ അത് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് സംശയം തീരുന്നതുവരെ വായിച്ചു. ഞാൻ ഇന്നലെയും ആ ഭാഗം നോക്കിയിട്ടുണ്ട്. അതിലുള്ള ചർച്ച സത്യത്തിൽ തറാവീഹ് 20 ആണ് എന്നതിന് അനുകൂലമാണെന്ന് മാത്രമല്ല, സുന്നികളുടെ വാദങ്ങൾ മറ്റു വാദങ്ങളും കൂടി സ്ഥിരപ്പെടുത്തുന്ന ശൈലിയിലാണ്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് തറാവീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ശരിയല്ല. കാരണം അത് സ്ഥിരപ്പെട്ടിട്ടില്ല. നിസ്കരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്തോടുകൂടി അത് സ്ഥിരപ്പെടുകയും ആ റിസാല അവസാനിക്കുന്നത് തന്നെ അതോടുകൂടി അത് ഈ മുസ്ലിം ലോകത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ആ വാചകത്തോടുകൂടിയാണ് ആ റിസാല അവസാനിക്കുന്നത്. അതിൽ നിന്ന് ചില വാചകങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ചിലർ പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടു, ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന് നമ്മളെ സുന്നികൾക്ക് വാദമില്ല. ഹദീസ് ലഈഫാണ്. പക്ഷെ ചില പണ്ഡിതന്മാര് ആ ലഈഫായ ഹദീസിന്റെ ലൂഫ് മുഞ്ചബറാണ്, അഥവാ ഈ മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് ശക്തിപ്പെടുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതല്ലാതെ അത് സ്വഹീഹാണ് എന്നല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതോ മറ്റോ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. രണ്ടാമത്തത് അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റയടിക്ക് തറാവീഹ് 20 ആക്കിയോ ഇല്ലയോ? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, അതുപോലെ അല്ലാമ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, അതുപോലെ ഇമാമിങ്ങൾ പലരും പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം 11 നിസ്കരിക്കുകയും പിന്നീട് പടിപടിയായിട്ടാണ് 21 ഉയർത്തിയത്, വിത്രടക്കം 21 ഉയർത്തിയത് എന്നാണ്. അങ്ങനെ അവസാനം 21ന്റെ മുകളിൽ അമല് സ്ഥിരപ്പെട്ടു. അതുവരെ ഇങ്ങനെ പടിപടിയായി ഉയർത്തിയിട്ട് 21ന്റെ മുകളിൽ അമല് സ്ഥിരപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാരിൽ ബൈഹഖി ഇമാമിനെ പോലുള്ളവർ, അല്ലാമ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ളവർ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോ ഒരു ഹദീസുണ്ട്, ഒരാളൊരു ഹദീസ് കൊണ്ടുവന്നു, ജമഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലാ ഉബയ്യ് ഇബ്നു കഅബ് വ തമീം ഇബ്നു ദാരി 11 റക്അ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 സംഘടിപ്പിച്ചു എന്ന് ഒരു ഹദീസ് കൊണ്ടുവന്നാൽ സുന്നികളുടെ വാദത്തിന് അത് എതിരല്ല.
ഇമാമിങ്ങളുടെ പഠിപ്പിച്ചതിന് അത് എതിരല്ല. ആ ഹദീസ് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാര് വഹമാണ്, അത് ഉദ്ധരിച്ച ഒരു റാവിയിൽ നിന്ന് പറ്റിയ വഹമാണ്. ഇഹ്ദാവ ഇശ്രീന റക്അ എന്നുള്ളതാണ് മഹ്ഫൂദ്, അതാണ് സ്ഥിരപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് സ്വഹീഹാണെന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തിയാലും നമ്മളിപ്പോ പറഞ്ഞ വാദത്തിന് എതിരല്ല. ചുരുക്കി പറയാൻ ഞാനിത് നിങ്ങൾക്ക് മറുപടി പറയല്ല കേട്ടോ. അപ്പൊ നമ്മളെ 11 നിസ്കരിച്ചു, 11 സംഘടിപ്പിച്ചു എന്നത് നമ്മുടെ വാദത്തിനെതിരല്ല. 11 നിസ്കരിച്ചു എന്ന് സ്വഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ 11 നിസ്കരിച്ചിട്ടുണ്ട്, അതിനുശേഷം പടിപടിയായി ഉയർത്തി 21 ആക്കി എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ആ 21ന്റെ മുകളിൽ അമല് സ്ഥിരപ്പെട്ടു. അപ്പോൾ മുജാഹിദുകൾ കൊണ്ടുവരുന്ന ഒരൊറ്റ തെളിവും നമ്മുടെ വാദത്തിന് എതിരല്ല. അവർ കൊണ്ടുവരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാകാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി 11 റക്അ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും 11നേക്കാൾ വർദ്ധിപ്പിക്കാറില്ല എന്നുള്ളത് അത് വിത്ർ നിസ്കാരത്തെ പറ്റിയാണ്. 2, അവർ കൊണ്ടുവരാറുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിച്ചു, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യകാലത്താണ് എന്ന് ഇമാമിങ്ങളൊക്കെ പറയാ. കാരണം എന്താ, 21 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടതും അതിനുശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ അത് തുടർന്നതും അതിനുശേഷം വന്ന താബിഈങ്ങളൊക്കെ അത് തുടർന്നതുമാണ്. അപ്പോ തറാവീഹിന്റെ വിഷയത്തിൽ നമ്മുടെ വീക്ഷണം, സുന്നികളുടെ ആശയം ഞാൻ ഒന്ന് സംഗ്രഹിച്ചു പറയുകയാണ്. 1, തറാവീഹ് 20 റക്അത്ത് സുന്നത്താണ് എന്നതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം മുതൽ സ്ഥിരപ്പെട്ടതും അതിനുശേഷം മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ തുടർന്നു വരുന്നതുമാണ്. അത് മുസ്ലിം ലോകത്തിന് തെളിവാണ്, ഹുജ്ജത്താണ്. അതുകൊണ്ടാണ് എല്ലാ ഇമാമിങ്ങളും മുഅ്മിനീങ്ങളും തറാവീഹ് 20 റക്അത്ത് സുന്നത്താണെന്ന് പറയുന്നത്. നമ്പർ 1. നമ്പർ 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഇജ്മാ ആണ്. നമ്പർ 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിസ്കാരം പ്രത്യേക രൂപത്തിൽ ഒരു നിയതമായ ശൈലിയിൽ പ്രത്യേക റക്അത്ത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ ഇമാമിങ്ങൾക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. നമ്പർ 4, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്ത് തറാവീഹ് 20 റക്അത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ആ 20ലേക്ക് എത്തിയത് ആദ്യം 11 തുടങ്ങുകയും അതിൽ നിന്ന് പടിപടിയായി വർദ്ധിപ്പിച്ച് 21-ലെത്തുകയും അങ്ങനെ അത് സ്ഥിരപ്പെടുകയും ചെയ്തതാണെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് എല്ലാ ഹദീസുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്നത്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിച്ചു, 11 സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നത് വഹമാണ്, അത് റാവിയിൽ നിന്ന് അബദ്ധം പറ്റിയതാണെന്നാണ് വേറൊരു വിഭാഗം പറയുന്നത്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയും തമീമുൻ ദാരിയെയും രണ്ടാളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞപ്പോ 11 രണ്ടാളിലേക്കും നിസ്ബ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോ ഒരാൾ 10 വിത്ർ, ഒന്നുകിൽ തമീമുൻ ദാരി അല്ലെങ്കിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹും ഇമാമത്ത് നിൽക്കും. ആകയാൽ തറാവീഹിന്റെ വിഷയത്തില് നാളിതുവരെ നടന്നു വന്ന മുസ്ലിം കൂട്ടായ്മ സ്വഹാബത്തിന്റെ കാലം മുതൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ തറാവീഹ് 20 നിസ്കരിച്ചു എന്നതിൽ ലോകത്ത് 2 അഭിപ്രായമില്ല. അതിനെയാണ് നമ്മൾ മുഅ്മിനീങ്ങളുടെ മാർഗം പിന്തുടരണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് അതിനെ അനുധാവനം ചെയ്തു വരുന്നത്. ഒരാള് 20 ആക്ഷേപിക്കാതെ 8 നിസ്കരിച്ചു, അല്ലെങ്കിൽ 2 നിസ്കരിച്ചു, 4 നിസ്കരിച്ചു, 10 നിസ്കരിച്ചു, 11 നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇത്രയടക്കം 11 നിസ്കരിച്ചു, അല്ലെങ്കിൽ 21 നിസ്കരിച്ചു, അല്ലെ 16 നിസ്കരിച്ചു, 12 നിസ്കരിച്ചു, ഇതൊന്നും ശറയിൽ കുഴപ്പമുള്ള കാര്യമല്ല. അവർക്കൊക്കെ അതിനുള്ള കൂലി കിട്ടും.
അപ്പോ ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംഘടിപ്പിക്കാൻ കാരണമായതിനെ പറ്റിയുള്ള ഹദീസാണ് വാഫി ഉസ്താദ് ഇവിടെ ഇട്ടത്. ബുഖാരിയിൽ പറയുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയപ്പോ അവിടെ ചില ആൾക്കാർ ചിലരെ തുടർന്ന് നിസ്കരിക്കുന്നു, അങ്ങനെ സംഘങ്ങളായി നിസ്കരിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ഏകോപിപ്പിച്ചു. അങ്ങനെ ഒരു ഇമാമിന്റെ കീഴിൽ ഏകോപിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ചർച്ച, അവിടെ നമ്മുടെ ഇമാമിങ്ങളിൽ ഒരാളുടെ ഇബാറത്ത് കൊണ്ട് പോലും തറാവീഹ് 20 റക്അത്ത് ബിദ്അത്താണെന്നോ അത് അനാചാരമാണെന്നോ തെളിയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരൊറ്റ പണ്ഡിതനും അഭിപ്രായപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ലോകത്ത് തറാവീഹ് 20 റക്അത്ത് സുന്നത്താണ് എന്നതിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനും തറാവീഹ് 20 റക്അത്താണ് എന്ന് തന്നെയാണ് അഭിപ്രായം. അതിനു പുറമെ 16 റക്അത്ത് മുസ്തഹബാണെന്ന് പറഞ്ഞത് മുൻഗാമികളുടെ പ്രവർത്തനം, മക്കയിലെ പ്രവർത്തനത്തോട് ഈ അതിനോട് ശാരിക്കാകാൻ വേണ്ടി, അതിനോട് പ്രതിഫലത്തിൽ കൂറാകാൻ വേണ്ടി അവർ നിസ്കരിച്ച നഫ്ല് മുത്തലക്ക് നിരുപാധിക സുന്നത്ത് നിസ്കാരം, അതിന്റെ ഇടയ്ക്ക് വിശ്രമവേളയിൽ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരമാണ് എന്ന് ഇമാമിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾക്കെതിരായിട്ട്, സുന്നികൾക്കെതിരായിട്ട് ലോകത്ത് ഒരു തെളിവും ഒരാൾക്കും കൊണ്ടുവരിക സാധ്യമല്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിന്റെ പിഴവ് കൊണ്ട് ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ചിലർക്ക് അസ്വാസ്ഥ്യമുണ്ടാവാറുണ്ട്. ചിലർക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 11 സംഘടിപ്പിച്ചു എന്നുള്ള ഹദീസ് വഹാബികൾ ഉദ്ധരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ വാട്സാപ്പിലൊക്കെ ഇപ്പൊ പ്രചരിക്കാൻ തുടങ്ങും വലിയ ഒരു ലേഖനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആ ലേഖനത്തിലുള്ള നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്തു നോക്കിയാലും ഞാൻ ഈ പറഞ്ഞതിന് ഖണ്ഡിക്കുന്ന ഒരൊറ്റ പോയിന്റും അതിലുണ്ടാവില്ല. അതിലുണ്ടാവുക ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിച്ചു, സംഘടിപ്പിച്ചു എന്നാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിച്ച് അത് പടിപടിയായി 21ലേക്ക് ഉയർത്തിയെന്നും അതിന്റെ മുകളിൽ അമല് സ്ഥിരപ്പെട്ടുവെന്നും അതിനുശേഷം ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ, അതിനുശേഷം വന്ന അലിയാർ തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അതുപോലുള്ള ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള താബിഈങ്ങൾ, ഇബ്നു അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള താബിഈങ്ങൾ, അതുപോലെ ഷാഫി ഇമാമ്, അബൂ ഹനീഫ ഇമാമ്, മാലിക് ഇമാമ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ദാവൂദുല്ലാഹി റളിയല്ലാഹു അൻഹു, ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മുജ്തഹിദീങ്ങള്, ഇവരൊക്കെ, അതുപോലെ അതിനുശേഷം വന്ന പണ്ഡിതന്മാര് എല്ലാവരും ആ 20ന്റെ മുകളിലാണ് നിലകൃതിയായത്. അതുകൊണ്ട് തറാവീഹ് 20 നിസ്കരിക്കൽ സുന്നത്താണെന്ന് നമ്മൾ പറയുന്നതിന്റെ രേഖ അതാണ്. അതിനു മുമ്പ് ഇജ്മാ രൂപപ്പെടുന്നതിന് മുമ്പുള്ള വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുമായിട്ട് ബന്ധപ്പെടുന്ന യാതൊരു വിഷയവും അതിലില്ല. ആ 20 ഏകോപിച്ച 20ന്റെ മുസ്തനദിനെ പറ്റിയുള്ള ചർച്ച മാത്രമാണ്. അത് നമ്മൾ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഇജ്മാഇന്റെ മുസ്തനദിനെ പറ്റിയുള്ള ചർച്ചകളാണ്. അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇനി അതിൽ വല്ല പോയിന്റുകളും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇത് കേട്ടവര് നിർബന്ധമായും ചോദിക്കേണ്ടതാണ്. കാരണം ചിലപ്പോഴൊക്കെ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ലല്ലോ നിങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ട്, അതുകൊണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പോ സ്വലാത്തിന്റെ സമയമാണെങ്കിൽ നമുക്ക് നാളെ ചോദിക്കാം അവർ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്.